ഏവർക്കും പൈത്തണിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് പൈത്തണിലെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയും. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ദിസ് പ്രോഗ്രാം ഈസ് നോട്ട് റെസ്പോണ്ടിങ് അല്ലെങ്കിൽ ദിസ് ആപ്പ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്ന് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൊടുക്കുമ്പോഴേക്കും പ്രോഗ്രാം ഹിറ്റായി പോകാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവാറുണ്ടോ? അപ്പോൾ അതിന്റെ എല്ലാം ബേസിൽ ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ അത് ഡിഫൈൻ ചെയ്തതിനെക്കാട്ടിലും മുകളിലുള്ള ഒരു എറർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാം, നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുക്കുന്നു, വാലിഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ കിട്ടുന്നു, അത് നാച്ചുറൽ. പക്ഷേ യൂസർ എന്തെങ്കിലും ഒരു കാരണവശാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്താലോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫയൽ ടൈപ്പോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് പരിചിതമല്ലാത്ത ഒരു കാര്യം നമ്മൾ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എറർ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു എറർ സംഭവിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം അവിടെ ക്വിറ്റ് ആവുന്നത്, നമ്മൾ അത്രയും നേരം ചെയ്തു വെച്ച ഡാറ്റയെല്ലാം ലോസ് ആവുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനും ആ പറയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ, ആ കണ്ടീഷനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ പ്രോഗ്രാമിൽ അല്ലാത്ത വേറെ എന്തെങ്കിലും ഒരു കാര്യം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം ഹാങ് ആവും. അതുപോലെ തന്നെ ആ പ്രോസസ്സ് അവിടെ വെച്ച് തന്നെ നിൽക്കും. അപ്പൊ നമ്മുടെ പ്രോഗ്രാം എന്ത് ചെയ്യും, ദിസ് പ്രോഗ്രാം ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അവിടെ അങ്ങ് ക്ലോസ് ആയിപ്പോവും. അപ്പൊ നമ്മൾ അത്രയും നേരം ചെയ്തത് എന്തായി പോകും, വേസ്റ്റ് ആയി പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഒഴിവാക്കുക. അതായത് എന്ത് പ്രോഗ്രാമിൽ എന്ത് ബഗുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതിൽ ഡിഫൈൻ ചെയ്യാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ ഒഴിവാക്കിയിട്ട് പ്രോഗ്രാം സ്മൂത്ത് ആയിട്ട് വിടുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡിവൈഡഡ് ബൈ സീറോ. അപ്പൊ ചില കേസിലൊക്കെ ഇങ്ങനത്തെ എക്സെപ്ഷൻസ് വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം തന്നെ അവിടെ ഹാൾട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഹാൾട്ട് ചെയ്യുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അത് മിസ്ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലൂപ്പിംഗ് കിടന്ന് കറങ്ങും. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം റീബൂട്ട് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ നോട്ട് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു എറർ മെസ്സേജേ വരത്തുള്ളൂ. അതായത് ദിസ് ഡാറ്റ ഈസ് നോട്ട് വാലിഡ് അല്ലെങ്കിൽ ദിസ് ഡാറ്റ കനോട്ട് ബി പ്രോസസ്ഡ്, അങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജ് യൂസറിന് തരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്? നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഏരിയ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം തരുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ, നമ്മൾ ഏരിയ ഓഫ് സർക്കിൾ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ആദ്യം തപ്പുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതൊരു പേപ്പറിൽ എഴുതി വെക്കും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് കടക്കുക. അപ്പൊ നമ്മൾ സിയോ C++ഓ ജാവയോ പൈത്തണോ ഏതാണെങ്കിലും ആദ്യം ചെയ്യുന്നത് എന്താ, നമ്മൾ ഇൻപുട്ട് എത്ര വേരിയബിൾസ് വേണം, അതുപോലെ തന്നെ ആ വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. കാരണം πr² എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ആ പ്രോസസ്സ് ചെയ്യാനുള്ള ഡാറ്റയെ എങ്ങോട്ട് കടത്തിവിടുന്നു, ആ ഇക്വേഷനിലേക്ക് കടത്തിവിടുന്നു. ഇക്വേഷനിലേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണണം. അതിനുശേഷം അതിനുവേണ്ടി ഔട്ട്പുട്ടിന് വേണ്ടി ഒരു വേരിയബിൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വേരിയബിളിലേക്ക് ആ റിസൾട്ട് പാസ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പൊ ഇത്രയും പ്രോസസ്സ് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പ്രോഗ്രാമിംഗിൽ എഴുതി കമ്പയർ ചെയ്ത് റൺ ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ റൺ ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എറേഴ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ എറർ വരുന്നത് നല്ലതാണ്, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രാമിംഗിൽ ഡീപ്പായിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ, അതിന്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് വേണ്ട അപ്ഡേറ്റുകൾ എന്തൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഔട്ട്പുട്ട് വന്നെങ്കിൽ നമുക്ക് ഓക്കെ, നമ്മൾ എല്ലാം സെറ്റ് ആണെന്ന് നമ്മൾ പറയുന്നു. എങ്കിൽ പോലും ഇത് മൂന്നാമത് ഒരാളുടെ ഇത് ഇപ്പൊ നമ്മൾ ഒത്തിരി ആൾക്കാരുടെ ഇതിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കൊടുത്തു. വേറെ ഒരാളുടെ വ്യൂവില് എനിക്ക് എറർ ഇല്ലാന്ന് തോന്നുന്നത് വേറെ ഒരാൾക്ക് ചിലപ്പോൾ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു ബഗ്, സാധാരണക്കാരായിരിക്കും ഒരു ബഗ് അതിനകത്ത് കണ്ടെത്തുന്നത്. അതായത് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചില നമ്പർ കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചില വേരിയബിൾ കൊടുക്കുമ്പോഴോ ചിലപ്പോൾ സ്റ്റക്കായി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ബഗുകളൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആളുടെ വീണ്ടും കൊടുക്കുന്നു. അപ്പൊ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് വീണ്ടും അങ്ങനെ അപ്ഡേറ്റ് ആകുന്നു. ഇങ്ങനെ അപ്ഡേറ്റ് മാത്രമേ നമ്മുടെ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യത്തുള്ളൂ, പെർഫെക്റ്റ് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം ഫ്രീക്വന്റ് ആയിട്ട് അപ്ഡേറ്റ് ചോദിക്കുന്നത്. കാരണം ചെറിയ ചെറിയ ബഗുകളും എററുകളും എപ്പോഴും കാണും. ഒരിക്കലും ഒരു എത്ര ഞാൻ വലിയ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാലും അവിടെ ഒരു ഫൈനൽ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഒറ്റയടിക്ക് ഉണ്ടാവത്തില്ല.
എപ്പോഴും അത് അപ്ഡേറ്റിന് വിധേയമായിക്കൊണ്ടിരിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താവത്തുള്ളൂ, നമ്മുടെ ഫൈനലൈസ് ചെയ്ത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വെർഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ എങ്കിൽ പോലും നമുക്ക് പുതിയ പുതിയ ഫീച്ചേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ ഒരു ഫൈനൽ അല്ല, അതിൽ എറേഴ്സ് കാണും, ബഗ് കാണും, ഇതെല്ലാം ഫിക്സ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ എന്താണ് എറർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇനി എത്ര ടൈപ്പ് എറർ ഉണ്ട്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 5 തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഒന്ന് സിൻടാക്സ് എറർ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. നമ്മൾ മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഒരു സെമിക്കോളൻ ഇടാൻ മറന്നുപോയി, ഒരു കുത്തിടാൻ മറന്നുപോയി, അതുപോലെ ഒരു ഫുൾ കോളൻ ഇടാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ആ പ്രോഗ്രാമിംഗിന്റെ ആ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന, അതായത് ആ പ്രോഗ്രാമിംഗിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ആ സ്റ്റാൻഡേർഡ് ആണ് അതിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിലുണ്ടാവുന്ന വയലേഷൻ ഓഫ് ലോ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ നമ്മൾ തെറ്റിച്ചെഴുതുമ്പോഴാണ് സിൻടാക്സ് എറർ വരുന്നത്. അപ്പൊ ഒരിക്കലും പ്രോഗ്രാം അവിടെ റൺ ചെയ്യിക്കത്തില്ല. അടുത്താണ് റൺ ടൈം എറർ. നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോഴേക്കും കമ്പൈൽ ചെയ്യും, റണ്ണും ചെയ്യും, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ചില വേരിയബിൾസ്, ചില നമ്പറുകൾ, സീറോ, ഇതൊക്കെ കൊടുക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം അവിടെ സ്റ്റക്ക് ആവുന്നു. അപ്പൊ നമുക്ക് എന്താ, ഔട്ട്പുട്ട് കിട്ടി, പക്ഷെ എന്ത് ചെയ്തു, റൺ ടൈമിൽ അത് അവിടെ സ്റ്റക്കായി നിന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതെങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ആ പ്രോഗ്രാം എടുക്കും. അടുത്താണ് ലിങ്കർ എറർ എന്ന് പറയും. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള ലൈബ്രറി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ആ ലൈബ്രറി അവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ലൈബ്രറി അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാതെ വരും. അതുപോലെ നമ്മുടെ ഡാറ്റാബേസിന്റെ പാത്ത് കറക്റ്റ് അല്ലെങ്കിലോ, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ വേരിയബിൾ കറക്റ്റ് അല്ലെങ്കിലോ, ഇതൊക്കെ എന്ത് ചെയ്യും, അതുമായിട്ട് ആ പ്രോഗ്രാം മറ്റൊരു പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ളൊരു തടസ്സം അവിടെ നേരിടും. അപ്പോൾ ഒരു എറർ ഉണ്ടാവും. അതാണ് ലിങ്കർ എറർ എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇനി അടുത്തത് ലോജിക്കൽ എറർ എന്ന് പറയും. അതായത് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യിപ്പിക്കുന്നു, അപ്പോൾ ഔട്ട്പുട്ട് ഒക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ച ആ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇക്വേഷൻ തെറ്റാണെങ്കിൽ ഔട്ട്പുട്ട് കിട്ടും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അതിനാണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്. അടുത്തതാണ് സെമാന്റിക് എറർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസിന്റെ ഡിക്ലറേഷൻ അത് ഫോൾസ് ആണെങ്കിൽ, കമ്പൈലറിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എററാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമ്മൾ പറയുന്നു, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്നും പറയുന്നു. നമ്മുടെ വ്യൂവില് രണ്ടും ശരിയാ. ഇപ്പൊ സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിടുന്നു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി. അപ്പൊ അവിടെ കമ്പൈലറിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതൊരു എറർ ജനറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ എറേഴ്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 5 തരത്തിലുള്ള എറേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഈ റൺ ടൈം എററിനെയും ലോജിക്കൽ എററിനെയും കണക്ട് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നോക്കാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒഴിവാക്കുക. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അതിനെ മാറ്റി വെക്കുക. അതാണ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റൺ ടൈമിൽ കൊടുക്കുന്ന ചില വേരിയബിളുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ എറർ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രോഗ്രാം ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റക്ക് ആവാനും, അതുപോലെ തന്നെ പ്രോഗ്രാം അവിടെ മിസ്ബിഹേവ് ചെയ്യാനും, എൻഡ് ആവാനും, അല്ലെങ്കിൽ മെമ്മറി സ്റ്റക്കായി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത മുൻകൂട്ടി നമ്മൾ കണ്ടെത്തി അതിനെ ഒഴിവാക്കി അതിന്റെ റൂട്ട് തിരിച്ചു വിടുക. അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ ഒരു ബ്ലോക്ക് കൊടുക്കുന്നു, ട്രൈ, അതായത് ശ്രമിക്കുക. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ കോഡ് കൊടുക്കുന്നു. ആ കോഡ് ആണ് നമ്മൾ കാണുന്നത്, റൺ ടൈമിൽ കാണുന്നത്. അതിനുശേഷം ആ കോഡിൽ എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എക്സെപ്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഡിവൈഡഡ് ബൈ സീറോ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ എക്സെപ്ഷൻ ഡിക്റ്റേറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രിന്റ് ചെയ്ത് തരിക. സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ എൻ്റർ യുവർ നെയിം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് യുവർ നെയിം നമുക്ക് എഴുതി കാണിക്കണം. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരണമെങ്കിൽ അവിടെ എന്ത് വേണം, അവിടെ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അവിടെ വേണം. അപ്പം ഇതുപോലെ തന്നെയാണ് ഓരോ ചെറിയ ചെറിയ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുമ്പോൾ പോലും അവിടെ ചിലപ്പോൾ തെറ്റുകൾ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുണ്ട് റൺ ടൈമിൽ. പക്ഷെ നമ്മൾ ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അത് വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കത്തില്ല. പക്ഷെ ഇപ്പോൾ ഒരു ഹെൽത്ത് കെയറിൽ ഉള്ള ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മളൊരു ക്രിട്ടിക്കൽ ആയിട്ട് ഒരു മിലിറ്ററി ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെറിയൊരു ബഗ്ഗോ എററോ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, പ്രോഗ്രാം അവിടെ ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ പെട്ടെന്ന് പ്രോസസ്സർ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പ്രോഗ്രാമിനെ റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഉള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ മുഴുവൻ എന്ത് ചെയ്യും, അവിടെ കൊളാപ്സ് ആയി പോകും.
അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഒരു എക്സെപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒഴിവാക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ എൽസ് ഇതല്ലെങ്കിൽ വേറെ എക്സെപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എക്സെപ്ഷൻ ഒന്നും ഇല്ലേ എന്നുള്ളത് വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ബ്ലോക്കാണ് ഫൈനലി എന്ന് പറയുന്നത്. അപ്പൊ അത് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിൽ നമ്മുടെ പ്രോഗ്രാം സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം അതിനകത്ത് ഒഴിവാക്കേണ്ട സംഗതികൾ എന്താണ്, എന്തൊക്കെ വന്നാൽ അതിനെ ഒഴിവാക്കി വിടാം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. അല്ല എങ്കിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇനി എന്തൊക്കെ എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഫൈനൽ എന്താണോ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ആ പ്രോഗ്രാമിനെ വലിയൊരു ബഗിൽ നിന്ന് നമ്മൾ രക്ഷിക്കുമായിരുന്നത്. അപ്പൊ നമ്മുടെ അവിടെ പ്രോഗ്രാം ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പ് ആവത്തില്ല, അല്ലെങ്കിൽ സ്റ്റക്ക് ആവത്തില്ല. ചിലപ്പോൾ നമ്മൾ ഫോണെ കാണാറില്ല ദിസ് ആപ്പ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് എന്നൊക്കെ. അപ്പൊ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ആ കോഡിങ്ങിലേക്ക് പോകാം. എങ്ങനെയാണ് ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറഞ്ഞ എക്സെപ്ഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്കറിയാം ഏതൊരു സംഖ്യയും നമുക്ക് സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അൺഡിഫൈൻഡ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, കമ്പൈലർ എറർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് യൂസറിന് ഒരു എറർ നമുക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ട്രൈ ബ്ലോക്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നു. ഫസ്റ്റ് നമ്മൾ രണ്ട് സംഖ്യകൾ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് വേരിയബിൾ വേണം. ആ രണ്ട് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എയും ബിയും. അപ്പൊ എ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഫീഡ് ചെയ്യാനും ബി എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ ഫീഡ് ചെയ്യാനും. ഇനി സി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് ചെയ്യുന്നു, എ ഡിവൈഡഡ് ബൈ ബി, എ നമ്മൾ എന്ത് ചെയ്യുന്നു, ബി കൊണ്ട് ഹരിക്കുന്നു. അതിനുശേഷം വരുന്ന റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു. ഇനിയാണ് എക്സെപ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. സീറോ ഡിവിഷൻ എറർ, അതായത് ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുക സോറി എ നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്ത് വരുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, സക്സസ് നോ എറർ. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് റൺ ചെയ്യിച്ചു നോക്കാം. കണ്ടോ, എൻ്റർ ഫസ്റ്റ് നമ്പർ വന്നു, അവിടെ ഞാൻ 10 കൊടുത്തു. എൻ്റർ സെക്കൻഡ് നമ്പർ 10. 10 ഡിവൈഡഡ് ബൈ 10 റിസൾട്ട് എന്ന് പറയുന്നത് 1. അപ്പൊ അത് ഓക്കെ ആയി. ഇനി ഒരു കണ്ടീഷൻ കൂടെ നോക്കാം നമുക്ക്. ഫസ്റ്റ് നമ്പർ 10 കൊടുത്തു, സെക്കൻഡ് നമ്പർ 0 കൊടുത്തു. കണ്ടോ, അവിടെ എന്താ വന്നേക്കുന്നത്, സോറി എ നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ 0. അവിടെ നമുക്ക് ഈ പറയുന്ന മെസ്സേജ് യൂസർ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് അതേപോലെ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊരു എക്സാമ്പിൾ. ഇനി അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അടുത്ത എക്സെപ്ഷൻ ആണ് ടൈപ്പ് എറർ എന്ന് പറയും. ഡാറ്റ ടൈപ്പ് നിങ്ങൾക്കറിയാം, നമ്മൾ ഡിജിറ്റുകൾ സംഖ്യകളുണ്ട്, അതുപോലെ തന്നെ സ്ട്രിങ് ഉണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്കറിയാം എയും ബി എന്ന് പറയുന്നത് 2 ഡിജിറ്റ് ആണ്, അതിനെ തമ്മിൽ ആഡ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ 5 5 കൂട്ടി റിസൾട്ട് എന്ന് പറയുന്നത് എന്താ, സിക്കകത്ത് സ്റ്റോർ ചെയ്തു, അത് പ്രിന്റ് ചെയ്തു 10 എന്നുള്ളതാണ് റിസൾട്ട്. അപ്പൊ അവിടെ ഒരു തെറ്റ്, ഒരു എറർ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കാരണം രണ്ടും സെയിം ഡാറ്റ ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സക്സസ് നോ എറർ എന്നുള്ള അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഈ ഡാറ്റ ടൈപ്പിനെ ഒന്ന് മാറ്റാം. ഇനി ഞാൻ ഇവിടെ രണ്ടാമത്തെ കാര്യം ഒരു സ്ട്രിങ് കൊടുക്കുക, എന്തെങ്കിലും ഒരു സ്ട്രിങ്. ഇനി നമ്മൾ റൺ ചെയ്യിപ്പിച്ച് നോക്കുക. കണ്ടോ, ഇപ്പൊ എന്താ നമുക്ക് വരുന്നത്, ടൈപ്പ് എറർ എക്സെപ്ഷൻ റൈസ്ഡ്. അതായത് ഒരു കാര്യം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഒരു സംഖ്യയാണ്, ഒരു 5 എന്ന് പറയുന്ന ഡിജിറ്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താ, സ്ട്രിങ് ആണ്. രണ്ട് ഡാറ്റ ടൈപ്പ് അല്ലേ. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു, അവിടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്തെഴുതി വന്നു, ഒരു ടൈപ്പ് എറർ എന്ന് പറയുന്ന കാര്യം അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് യൂസറിനെ അലേർട്ട് ചെയ്യാൻ പറ്റും അവിടെ എന്ത് എറർ ആണ് വന്നതെന്നുള്ളത്. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും. അപ്പൊ അതാണ് ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇനി വേറൊരു എക്സാമ്പിൾ അങ്ങനെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ലിസ്റ്റ് ആണ് തന്നേക്കുന്നത്. ആ ലിസ്റ്റിൽ ഓരോ വേരിയബിൾ, ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ ആ ലിസ്റ്റ് എടുത്താൽ ഫസ്റ്റ് ഐറ്റം എ, സെക്കൻഡ് ഐറ്റം ബി, തേർഡ് ഐറ്റം സി, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി എ ഓഫ് 0 എന്ന് നമ്മൾ കൊടുക്കുക. അപ്പൊ എ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെമ്മറി ലൊക്കേഷൻ, അതായത് എ, അത് പ്രിന്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അടുത്ത് എ ഓഫ് 1 കൊടുക്കുക.
കണ്ടോ ബി. അപ്പം സക്സസ് ആണ്. ഈ പറയുന്ന അവിടെ എക്സെപ്ഷൻ അവിടെ വരുന്നില്ല. ഇനി അടുത്ത AF2 കൊടുക്കുക, റൺ ചെയ്യിപ്പിക്കുക. സി. ഇനി അടുത്ത AF3 കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യിപ്പിക്കുക. ഇൻഡെക്സ് എറർ എക്സെപ്ഷൻ റേസ്ഡ്. കണ്ടോ? അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അവിടെ ഒരു ഇൻഡെക്സിൽ, അതായത് ലുക്കപ്പ് എറർ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ എക്സെപ്ഷനിൽ കൊടുക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഓരോ മെമ്മറി ലൊക്കേഷനും സ്കാൻ ചെയ്ത് നോക്കും. അതിന്റെ ഔട്ട് ഓഫ് റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് തരും. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന പിടി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ടൈപ്പ് എററിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്ത് അവിടെ കൊടുക്കാൻ പറ്റും. അത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അതിനകത്ത് ഉണ്ട്. ലുക്കപ്പ് എറർ ആണോ? അപ്പൊ സാധാരണ വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് എറേഴ്സിനും നമ്മൾ ഈ പൈത്തണിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. അത് നിങ്ങൾ പൈത്തണിന്റെ ആ ഹെൽപ്പ് എടുത്ത ശേഷം എന്ത് ചെയ്യുക? അത് ഏതൊക്കെ ടൈപ്പ് എറർ ഉണ്ടെന്നുള്ളത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യുന്ന അനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. ഏത് ടൈപ്പ് എറേഴ്സ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യം പിടികിട്ടും. ഇനി സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഈ എക്സെപ്ഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് കമ്പൈലർ എടുത്തിട്ട് EXEPT എക്സെപ്റ്റ് എന്ന് അടിച്ച് സ്പേസ് അടിക്കുക. അതിനുശേഷം A എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ഇടുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കുറെ ലിസ്റ്റ് ഓഫ് എക്സെപ്ഷൻസ് വരും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അരിത്തമാറ്റിക് എറർ, നെയിം എറർ, അങ്ങനെ ഒത്തിരി എറർ ഉണ്ട്. ബേസ് ഇൻഡെക്സ് എറർ, ബിറ്റ്സ് വാണിംഗ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈ സീന്ന് കിടക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ കാണുന്നതെല്ലാം എന്താ? ഓരോ ടൈപ്പ് എറേഴ്സ്, ബിൽട്ടിൻ ആയിട്ടുള്ള ടൈപ്പ്. അപ്പൊ അടുത്ത് ബി എന്ന് എഴുതുവാണെങ്കിൽ ബി തുടങ്ങുന്ന എറേഴ്സ് വരും. കണ്ടോ? അങ്ങനെ ഏത് ടൈപ്പും വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പേജ് നമുക്ക് ഏകദേശം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിന്റെ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ സംബന്ധമായിട്ടുള്ള എല്ലാ എററും അവിടെ വരും. ഓക്കെ. ഇപ്പൊ ഉദാഹരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഓരോന്ന് കണ്ടു. അപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ നെയിം എറർ. അപ്പൊ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമുക്കറിയാം വെബ്സൈറ്റിലൊക്കെ നമ്മൾ ഒരു എൻട്രി ചെയ്യുമ്പോഴേക്കും അവിടെ എൻ്റർ യുവർ നെയിം എന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ എൻ്റർ എ വേരിയബിൾ എന്ന് വരാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണിക്കണം. അല്ലെങ്കിൽ പ്ലീസ് എൻ്റർ യുവർ നെയിം. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ പേജ് ടൈപ്പ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ പേജ് ടൈപ്പ് ചെയ്യാതെ സബ്മിറ്റ് ചെയ്തെങ്കിൽ അവിടെ ഒരു എറർ മെസ്സേജ് വരത്തില്ലേ? അപ്പൊ അതെങ്ങനെയാ ഈ ഒരു എക്സെപ്ഷൻ വെച്ച് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ട്രൈ ബ്ലോക്കിൽ എന്ത് കൊടുക്കുന്നു? നമ്മുടെ വേരിയബിൾ പറഞ്ഞു കൊടുക്കുന്നു നെയിം എന്നുള്ളത്. പക്ഷെ അവിടെ ഇപ്പൊ ഞാൻ അത് ഡിക്ലെയർ ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു എക്സെപ്ഷൻ അവിടെ പറയുന്നു. അതായത് നെയിം എറർ, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കാണിക്കുന്നു? സക്സസ്, നോ എറർ. പിന്നെ ഫൈനലി എന്ന് പറഞ്ഞ ബ്ലോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ഈ പറയുന്ന എന്ത് എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഫൈനലി കൊടുത്തേക്കുന്ന പ്രിന്റ് താങ്ക് യു എന്നുള്ളതാണ്. ഇപ്പൊ താങ്ക് യു എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്ത് വരുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഒരു പേജ് ഇട്ട് കൊടുക്കുന്നു. ഇപ്പൊ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പേജാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഞാൻ റൺ ചെയ്യിപ്പിക്കുവാണ്. ഇപ്പൊ കണ്ടോ? ഔട്ട്പുട്ട് നോക്കിയേ, കമ്പ്യൂട്ടർ. റിസൾട്ട് എന്താ? സക്സസ്, നോ എറർ. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നു, അവിടെ ഒരു എറർ ഇല്ല. ഇപ്പൊ നമ്മൾ എൻ്റർ യുവർ നെയിം, മൈ നെയിം ഈസ് കമ്പ്യൂട്ടർ എന്ന് നമ്മളിപ്പോ ഇവിടെ കൊടുക്കുവാണെങ്കിൽ അത് അതേപോലെ വരും, പ്രശ്നമൊന്നും കാണത്തില്ല. ഇനി ഞാൻ ഈ വേരിയബിൾ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല, അവിടെ നെയിം എന്ന് പറയുന്ന ഒരു സംഗതിയെ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കണ്ടോ? നെയിം എറർ, നെയിം ഈസ് നോട്ട് ഡിഫൈൻഡ്. അവിടെ നമ്മൾ നെയിം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ വേരിയബിൾ നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു. പക്ഷെ ഈ ഫൈനലി എന്ന് പറയുന്ന കാര്യം അത് അവിടെ എക്സിക്യൂട്ട് ചെയ്തും വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഏവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.